ഫോർത്ത് മൊഡ്യൂളിൽ അഡ്വാൻസ്ഡ് കൺസെപ്റ്റിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിലെ കുറച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് അസംബ്ലറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, എന്താണ് കമ്പൈലർ നമുക്ക് നോക്കാം. ഓക്കെ, compiler is a system software that stores the complete high-level language program, scan it, and translates the high-level language statements into assembly language statement. വളരെ ക്ലിയർ ആണ് എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത്. സോഫ്റ്റ്വെയർ ആണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ അസംബ്ലി ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കംപ്ലീറ്റ് പ്രോഗ്രാമിനെ ഇറ്റ് വിൽ സ്കാൻ ആൻഡ് ട്രാൻസ്ലേറ്റ് ദം ഇൻ ടു അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിലേക്ക് നമ്മളെ മെയിൻ പ്രോഗ്രാമിനെ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കമ്പൈലറിൻ്റെ റെസ്പോൺസിബിലിറ്റി. Compilers are very large programs with error checking and other abilities. ഓക്കെ, സോ പ്രോഗ്രാമിൽ സിൻടാക്സ് എറർ ഉണ്ടോ, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഈ കമ്പൈലറിനുണ്ട്. Then some compilers translate high-level language into an intermediate assembly language, which is then translated into machine code by an assembly program or assembler. So some compilers ചില high-level language ൻ്റെ കമ്പൈലർ ടൂളിൽ തന്നെ നമ്മൾ അസംബ്ലറും ബിൽറ്റിനായിരിക്കും. ഓക്കെ, സോ ഫൈനൽ റിസൾട്ട് ഓഫ് ദ കമ്പൈൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മെഷീൻ എക്സിക്യൂട്ടബിൾ കോഡായിരിക്കും. സോ അസംബ്ലറിൻ്റെ ഡ്യൂട്ടി കൂടി ചെയ്തിട്ടായിരിക്കും നമ്മൾ കമ്പൈലറിൻ്റെ റിസൾട്ടായിട്ട് ഫൈനലി ദ മെഷീൻ will be ready to accept the output of the compiler and to execute them. Okay, so other compilers generate machine language indirectly. So രണ്ട് രീതിയിലുള്ള കമ്പൈലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ എന്താണ് ചെയ്യുന്നതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന സോഴ്സ് പ്രോഗ്രാം. സോ ഹിയർ ഈസ് അവർ ഹൈ ലെവൽ ലാംഗ്വേജ്. ഡിഫറെൻറ്റ് ഹൈ ലെവൽ ലാംഗ്വേജസ് നമുക്കറിയാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ യൂസർ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് വിൻഡോ ആയിരിക്കും നമ്മളുടെ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ദാറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പൈലർ വിൽ ട്രാൻസ്ലേറ്റ് ദാറ്റ് പ്രോഗ്രാം ഇൻ ടു target programs can be or assembly language program or machine code program. In meanwhile it will check the some errors in there, unexpected behavior ആണെങ്കിൽ അത് യൂസറിനെ ഇൻഫോം ചെയ്യും. The user should have to correct them and modify them so that the compiler should receive an error-free source code. Next, എന്താണ് മേജർ ഫങ്ഷൻസ് ഓഫ് ദ കമ്പൈലർ എന്ന് പറയുന്നത്? എന്തൊക്കെ ഡ്യൂട്ടീസാണ് നമ്മൾ കമ്പൈലർ ചെയ്യുന്നത് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. കമ്പൈലർ ഈസ് യൂസ് ടു കൺവേർട്ട് വൺ ഫോം ഓഫ് പ്രോഗ്രാം ടു അനദർ. ഹൈ ലെവലിൽ നിന്ന് അസംബ്ലി ലാംഗ്വേജിലേക്ക്. ഷുഡ് കൺവേർട്ട് ദ സോഴ്സ് പ്രോഗ്രാം ടു ടാർഗറ്റ് മെഷീൻ കോഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ജനറേറ്റഡ് ടാർഗറ്റ് കോഡ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ പ്രോസസ്സറിനോ അല്ലെങ്കിൽ യൂസറിനോ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലായിരിക്കണം. Then compiler should preserve the meaning of source code. So compilation പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താണോ യൂസർ ഹൈ ലെവൽ ലാംഗ്വേജിൽ മീൻ ചെയ്തത്, ഹൈ ലെവൽ ലാംഗ്വേജിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ കോഡ് എഴുതിയത്, ആ കോഡിൻ്റെ എക്സിക്യൂഷൻ റിസൾട്ട് അത് പ്രോഗ്രാമർ എയിം ചെയ്ത് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ പ്രോഗ്രാമർ ഒരു കോഡ് എഴുതുന്നു, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ദ പ്രോഗ്രാമർ ഈസ് എക്സ്പെക്റ്റിംഗ് ടു. ഓക്കെ, പ്രോഗ്രാമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ ആയിരിക്കണം കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ. ആഡ് ചെയ്യാൻ കൊടുക്കുന്ന പ്രോഗ്രാം സബ്ട്രാക്ഷൻ പ്രോഗ്രാമിലേക്ക് മാറാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി what you can say, it should produce the correct expected result. Then compiler should report errors that occur during compilation process. Okay, so എന്തെങ്കിലും പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കമ്പൈലറിൻ്റെ റിസൾട്ടായിട്ട് പ്രോഗ്രാമറിന് അത് ഇൻഫോം ചെയ്തിരിക്കണം. ദാറ്റ് ദിസ് മെനി എറേഴ്സ് ആർ ദെയർ, യു ഹാവ് ടു കറക്റ്റ് ഇറ്റ് എന്ന് പറയുന്ന ഇൻഫർമേഷനും നമ്മളുടെ കമ്പൈലർ കൊടുത്തിരിക്കണം. Then the compilation must be done efficiently. Okay, ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മളുടെ കമ്പൈലറിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. Okay, then what are the steps involved in compiling a source code? Source code high level language source code പ്രോഗ്രാംസിനെ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രൊസീജിയർ സ്റ്റെപ്സ് ആണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്നത്?
ഫസ്റ്റ് basic process എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രീ-പ്രോസസ്സിംഗ്. പ്രീ-പ്രോസസ്സർ ഈസ് എ ടൂൾ ദാറ്റ് പ്രൊഡ്യൂസസ് ഇൻപുട്ട് ഫോർ കമ്പൈലേഴ്സ്. ഇറ്റ് ഡീൽസ് വിത്ത് മാക്രോ പ്രോസസ്സിംഗ്, ഓഗ്മെൻറ്റേഷൻ, ഫയൽ ഇൻക്ലൂഷൻ, ലാംഗ്വേജ് എക്സ്റ്റൻഷൻ എക്സെട്ര. ഓക്കെ, സോ പ്രീ-പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. അത് പ്രോസസ്സിലാണ് ഫസ്റ്റ് സ്കാനിങ്. നമ്മളുടെ അസംബ്ലിയിൽ ഹൈ ലെവൽ ലാംഗ്വേജിലെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്കാനിങ് ആയിരിക്കും നമ്മളുടെ പ്രീ-പ്രോസസ്സിംഗ് സ്റ്റെപ്സിൽ നടക്കുന്നത്. സോ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ സിംപ്ലസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള C++, അങ്ങനെയുള്ള ലാംഗ്വേജിലൊക്കെ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് ദ ബിഗിനിങ്ങിൽ കൊടുക്കാറുണ്ട് വിത്ത് ദ സിമ്പിൾ ഹാഷ് ഇൻക്ലൂഡ് then in ബ്രാക്കറ്റിൽ stdio.h എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതാത്ത ഒരു പ്രോഗ്രാംസും നമുക്ക് സിയിൽ കാണാൻ പറ്റില്ല. സോ ഈ ഹാഷ് ആഫ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് അതിന് അങ്ങനെയൊക്കെയാണ് പ്രീ-പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക തുടങ്ങിയ കുറേ ഹെഡർ ഫയൽസാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡിഫൈൻ ചെയ്ത ഫങ്ഷൻസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കമ്പൈലറിൻ്റെ പ്രീ-പ്രോസസ്സിംഗ് സ്റ്റേജിൽ പ്രോസസ്സർ അല്ലെങ്കിൽ കമ്പൈലർ ചെയ്യുന്നത്. Okay. Then lexical analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Alexa is the first phase of the compiler, also known as a scanner. So ഇത് പ്രീ പ്രോസസ്സിങ്ങിന് ശേഷം മെയിനായിട്ട് മെയിൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ലെക്സിക്കൽ അനാലിസിസ് ആണ്. ഇവിടെയാണ് നമ്മൾ സ്കാനിങ് പ്രോസസ്സ് ത്രൂ ഔട്ട് ദ എൻറ്റയർ പ്രോഗ്രാം ദ കമ്പൈലർ ഈസ് ഗോയിങ് ത്രൂ സ്കാനിങ്. ഇറ്റ് കൺവേർട്സ് ഹൈ ലെവൽ ഇൻപുട്ട് പ്രോഗ്രാം ഇൻ ടു എ സീക്വൻസ് ഓഫ് ടോക്കൺസ്. കുറേ ടോക്കൺസ് ആയിട്ട് അതിനെ മാറ്റും. എന്താണ് ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹൈ ലെവൽ ലാംഗ്വേജിലും അതിൻ്റേതായ പ്രോഗ്രാമിങ്ങിൻ്റെ ഗ്രാമർ ഉണ്ടായിരിക്കും. ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വേർഡ്സ് ആണ് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അത് ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വേരിയബിളിൻ്റെ ഒരു ടൈപ്പ് കൊടുക്കാൻ വേണ്ടി ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റിന് പകരം INT ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരാൾ എക്സിക്യൂഷൻ നടത്തിയപ്പോൾ ITN എന്നാണ് കൊടുത്തത്. അപ്പോൾ ITN എന്ന് പറയുന്ന ഒരു ടോക്കൺ അത് പ്രോസസ്സറിന് അല്ലെങ്കിൽ നമ്മൾ കമ്പലറിന് മനസ്സിലാകുന്നതല്ല. സോ അവിടെ ഒരു എറർ റിപ്പോർട്ട് ചെയ്യും. INT ആണെങ്കിൽ അത് വാലിഡ് ടോക്കണായിട്ട്. സോ നമ്മൾ ഇൻറ്റ് A, B സെമിക്കോളൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് ഇൻറ്റ് ആഫ്റ്റർ സ്പേസ് A വന്നു കഴിഞ്ഞാൽ അതൊരു വാലിഡ് ടോക്കണായിട്ട് എടുക്കും. വെറുതെ A എന്ന് മാത്രം ഇൻറ്റ് ഇല്ലാതെ A എന്ന് മാത്രം എഴുതി കൊടുത്താൽ A = 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് എററായിട്ടായിരിക്കും എടുക്കുക. അതൊക്കെ നമുക്ക് ഈ എററൊക്കെ നമ്മൾ C ലാംഗ്വേജ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ കമ്പൈലേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എററൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ടോക്കണായിട്ട് മാറ്റും. സോ A എന്ന് പറയുന്ന ഒരു ടോക്കണാണ്, ഈക്വൽ എന്ന് പറയുന്ന ടോക്കണാണ്, 10 എന്ന് പറയുന്ന ഒരു ടോക്കണാണ്. സോ ഇതുപോലെ വാലിഡ് ഇപ്പോൾ ഇൻറ്റീജർ എന്ന് പറയുന്ന വേരിയബിളായിട്ട് A കൊടുത്തിരിക്കുകയാണ്. A = 32B എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ B എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. 3 and 2 എന്ന് പറയുന്ന ഇൻറ്റീജറായിട്ട് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് മൂന്നും സ്പേസിലാതെ ചെയ്തിരിക്കുന്നതുകൊണ്ട് A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് A ഇൻറ്റീജർ ആയതുകൊണ്ട് 32B അസൈൻ ചെയ്യാൻ പറ്റില്ല. സോ 32B എന്ന് പറയുന്നത് വാലിഡ് ടോക്കൺ ആണെങ്കിലും അവിടെ ഒരു എററായിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ലെക്സിക്കൽ അനാലിസിസിൽ നമ്മളുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് സ്കാനിങ് നടക്കും. ദെൻ അതിനെ വാലിഡ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. The output is a sequence of tokens that is sent to the parser of syntax analysis for syntagm. So parsing എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു സ്റ്റേജാണ്. സോ പാഴ്സിങ്ങിലേക്കുള്ള ഇൻപുട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ലെക്സിക്കൽ അനാലിസിസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ലെക്സിക്കൽ അനാലിസിസിൽ ഓരോ പ്രോഗ്രാമും അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ടോക്കൺസ് ആയിട്ട് അതിൻ്റെ പ്രോഗ്രാംസിനെ മാറ്റുന്നു. ആ ടോക്കൺസിനെ സോർട്ട് ചെയ്തിട്ട് സിമ്പിൾ ടേബിളും കോഡ് ടേബിളൊക്കെ ആയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജായ പാഴ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലെക്സിക്കൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഗ്രാഫിക്കൽ ഇൻപുട്ട് നമ്മുടെ മെയിൻ സോഴ്സ് പ്രോഗ്രാം, ദെൻ റീഡ് സിസ്റ്റം അസംബ്ലർ പ്രോഗ്രാം കമ്പൈലേഷൻ പ്രോഗ്രാം ഓരോ ക്യാരക്ടേഴ്സ് വേർഡ്സ് ബൈ വേർഡ്സ് സ്കാൻ ചെയ്യും. ദെൻ ലെക്സിക്കൽ അനലൈസറിലേക്ക് കൊടുക്കും. ലെക്സിക്കൽ അനലൈസറിൻ്റെ റിസൾട്ട് നമുക്ക് ടോക്കൺ കിട്ടും. ദെൻ സിൻടാക്സ് അനലൈസറിലേക്ക് കൊടുക്കും. സിൻടാക്സ് അനലൈസറിൽ കൊടുക്കുമ്പോൾ ഓരോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ടോക്കൺസും നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണോ ഇല്ലയോ എന്നുള്ളൊരു അനാലിസിസ് സിൻടാക്സ് അനലൈസർ നടത്തും. സോ സിൻടാക്സ് അനലൈസർ എന്ന് പറയുന്ന നെക്സ്റ്റ് പോർഷൻ. ആ സിൻടാക്സ് അനലൈസറിൽ ഈ ലെക്സിക്കൽ അനലൈസറിൽ കിട്ടിയ ഓരോ ടോക്കൺസിനെ അനലൈസ് ചെയ്തിട്ട്
വന്നിട്ട് നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഗ്രാമറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വേർഡ് ആണോ എന്നുള്ള ഒരു ചെക്കിംഗ് നടത്തുന്നത് നമ്മളുടെ സിൻടാക്സ് അനലൈസർ ആയിരിക്കും. ദെൻ സിൻടാക്സ് അനലൈസറിൽ റോങ് ആണെങ്കിൽ ആസ്ക് ഫോർ ടോക്കൺ, ഇതിൻ്റെ ടോക്കണിലേക്ക് തിരിച്ചു പോകും, പിന്നെ എററായിട്ട് റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സിൻടാക്സ് അനാലിസിസ്, ലെക്സിക്കൽ അനാലിസിസ് ആൻഡ് സിൻടാക്സ് അനലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ടോക്കൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, സപ്പോസ് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഒരു സി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് നമുക്കറിയാം, വോയിഡ് മെയിൻ, ദെൻ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതും. സോ അതിൻ്റെ അകത്ത് ചെറിയൊരു പാർട്ട് ഓഫ് ഒരു പീസ് ഓഫ് ദ പ്രോഗ്രാമാണ് ഇൻറ്റ് എ കോമ ബി സെമിക്കോളൻ, ദെൻ എ ഈസ് ഈക്വൽ ടു 10 എഴുതിയിട്ടുണ്ട്, ദെൻ റിട്ടേൺ. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ പ്രോഗ്രാമിൽ. ഇതൊരു ഫംഗ്ഷൻ്റെ പാർട്ട്, മെയിനോ മാക്സോ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ പ്രോഗ്രാമിനെ സ്കാനിങ് ചെയ്യുമ്പോൾ, പ്രോഗ്രാം അനലൈസ് ചെയ്യുമ്പോൾ മൈക്രോ പ്രോസസ്സർ നമ്മളുടെ കമ്പൈലറിൻ്റെ ലെക്സിക്കൽ അനാലിസിസിൽ കിട്ടുന്ന ടോക്കൺ ജനറേഷനിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഓയിഡ് എന്ന് പറയുന്നത് വാലിഡ് ടോക്കണാണ്. അതൊരു ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യും. മെയിൻ എന്ന് പറയുന്നത് ഒരു അടുത്ത ടോക്കൺ. ദെൻ പിന്നെ എൻകൗണ്ടർ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതൊരു ടോക്കൺ. ദെൻ ക്ലോസ് ബ്രാക്കറ്റ് അടുത്ത ടോക്കൺ. ഓക്കെ, ദെൻ ഓപ്പണിംഗ് ബ്രേസ് അടുത്ത ടോക്കൺ. ഇൻഡ് എന്ന് പറയുന്നത് വേറൊരു ടോക്കൺ. ദെൻ എ എന്ന് പറയുന്നത് അടുത്ത ടോക്കൺ, ബി എന്ന് പറയുന്നത് അടുത്ത ടോക്കൺ, ദെൻ സെമിക്കോളൻ ഓൾസോ അനദർ ടോക്കൺ. ഇതെല്ലാം ഓരോ ടോക്കണാണ്. ദെൻ എ അനദർ ടോക്കൺ, ദെൻ ഈക്വൽ ടു എന്ന് പറയുന്നത് അടുത്ത ടോക്കൺ, 0 എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് അടുത്ത ടോക്കൺ, 10 ആണ്, എ ഈസ് ഈക്വൽ ടു 10. ദെൻ സെമിക്കോളൻ അടുത്ത ടോക്കൺ, റിട്ടേൺ എന്ന് പറയുന്നത് അടുത്ത ടോക്കൺ, 0 റിട്ടേൺ 0 നത്തിങ് റിട്ടേൺ ഷുഡ് ബി റിട്ടേൺ. സോ 0 എന്ന് പറയുന്നത് അടുത്ത ടോക്കൺ, അഗെയിൻ സെമിക്കോളൻ ലാസ്റ്റ് ടോക്കൺ, ദെൻ ബ്രേസ് ബ്രാക്കറ്റ് അടുത്ത ടോക്കൺ. സോ ഈ പീസ് ചെറിയ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ നമ്മൾ ലെക്സിക്കൽ അനാലിസിസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടോക്കണാക്കി മാറ്റും. ഓരോ ടോക്കണും ഓരോ വേർഡ്സും, ഇപ്പോൾ ഇവിടെ നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള വേർഡ് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞു, ബി ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ വേറൊരു ടൈം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ടൈം എന്ത് വേരിയബിളാണെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. സോ ടൈം ഓൾസോ വിൽ ബി ജനറേറ്റഡ് ആസ് എ വാലിഡ് ടോക്കൺ ഇൻ ദിസ് ലെക്സിക്കൽ അനാലിസിസ്. ദെൻ അതിന് ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ ടൈം ജനറേറ്റ് ചെയ്യും. സിൻടാക്സ് അനലൈസിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ടൈം എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നും അതൊരു എറർ ആണെന്നുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിൻടാക്സ് അനലൈസിൽ. സോ ടൈം എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രോഗ്രാമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലെക്സിക്കൽ അനാലിസിസിൽ അതൊരു ടോക്കണായിട്ട്. സോ ഇത് ടോക്കൺ എന്ന് പറയുന്നത് വളരെ സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. പ്രോഗ്രാമിൽ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ വേർഡ്സിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ടോക്കണായിട്ട് നമ്മളുടെ കമ്പൈലർ മാറ്റും. ഓക്കെ, സോ അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ പ്രിൻ്റ് എഫ് എങ്ങനെ എഴുതാം? പ്രിൻ്റ് എഫ് ബ്രാക്കറ്റ് പ്രിൻറ്റ് മീ, ഓക്കെ, ദെൻ ക്ലോസ് ബ്രാക്കറ്റ് സെമിക്കോളൻ. സോ ഇതിൻ്റെ അകത്ത് എത്ര ടോക്കൺ ജനറേറ്റ് ചെയ്യും, ഇതിനെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ടോക്കണായിട്ട് മാറും. ദെൻ ഇത് രണ്ടാമത്തെ ടോക്കണായിട്ട് മാറും. ഈ ബ്രാക്കറ്റിലുള്ള ടോട്ടൽ എഴുതിയിരിക്കുന്ന ഈ ടോട്ടൽ യൂണിറ്റ് അതിന് അടുത്ത ടോക്കണായിട്ടായിരിക്കും ഇരിക്കുക. ദെൻ ഇത് നാലാമത്തെ ടോക്കണായിട്ട് ഇരിക്കുക, ക്ലോസ് ബ്രാക്കറ്റ്. ദെൻ ഫിഫ്ത്ത് ടോക്കണായിട്ട് നമ്മളുടെ എന്താ പറയുക സെമിക്കോളൻ. സോ ഇതാണ് ഒരു ടോക്കൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ടോക്കൺസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ലെക്സിക്കൽ അനാലിസിസിലായിരിക്കും. ഓക്കെ, സോ പ്രീ പ്രോസസ്സിംഗ് ലെക്സിക്കൽ അനാലിസിസ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പാഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നമ്മളുടെ സിലബസിൽ ഇല്ല. ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ടേംസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പാഴ്സിംഗ് എന്ന് പറയുന്നത് ഹിയർ ഓൾ ഇൻസ്ട്രക്ഷൻസ് ആർ ചെക്ക്ഡ് ടു സീ ഓൾ ഇൻസ്ട്രക്ഷൻസ് ആർ അക്കോർഡിംഗ് ടു ദ ഗ്രാമർ ഓഫ് ദ ലാംഗ്വേജ്.
സോ നമ്മളുടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്ന എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജിനെയും അതിൻ്റെ ഓരോ ടേംസിനെയും ടോക്കണാക്കി മാറ്റി ദെൻ അതിൻ്റെ ഗ്രാമർസ് ലെക്സിക്കൽ അനാലിസിസും സിൻടാക്സ് അനലൈസും ഒക്കെ ചെയ്തതിന് ശേഷം പാഴ്സിംഗ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് വരുമ്പോൾ പാഴ്സിംഗ് ചെയ്യുന്നത് ആ പ്രോഗ്രാംസിൻ്റെ ഇൻസ്ട്രക്ഷൻ സീക്വൻസിൻ്റെ ഫ്ലോ നമ്മളുടെ ഗ്രാമേഴ്സ് ഓരോ ലാംഗ്വേജിനും അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആയിരിക്കും. ആ ലാംഗ്വേജിൽ എന്തെങ്കിലും എറർ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചെക്കിംഗ് ഒക്കെയാണ് നമ്മളുടെ പാഴ്സിംഗ് യൂണിറ്റിൽ നടക്കുന്നത്. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഫേസ് ഓഫ് ദ കമ്പൈലർ ഡിസൈൻ പ്രോസസ് ദാറ്റ് കംസ് ആഫ്റ്റർ ലെക്സിക്കൽ അനാലിസിസ്. നമുക്ക് പറയാവുന്ന ഇറ്റ് ചെക്സ് ഇഫ് ദ ഗിവൺ ഇൻപുട്ട് ഈസ് ഇൻ ദ കറക്റ്റ് സിൻടാക്സ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ വിച്ച് ദ ഇൻപുട്ട് ഹാസ് ബീൻ റിട്ടേൺ. സോ സി ലാംഗ്വേജിന് ഒരു സിൻടാക്സ് ഉണ്ട്. സി ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത് ഫോർ ലൂപ്പ് സി ലാംഗ്വേജിന് സിൻടാക്സ് ഉണ്ടായിരിക്കും. അതേസമയം മാറ്റ്ലാബിലെ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഡിഫറൻ്റ് ആയിരിക്കും. സോ മാറ്റ്ലാബിൽ എഴുതിയിരിക്കുന്ന ഫോർ ലൂപ്പ് അതിൻ്റെ അകത്ത് ഫോർ ഐ ഈസ് ഈക്വൽ ടു 1:n എന്നായിരിക്കും കിടക്കുക. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1:n എന്നായിരിക്കും മാറ്റ്ലാബിൽ നമ്മൾ ഫോർ ലൂപ്പ് എഴുതുക. അതേസമയം സി ലാംഗ്വേജിൽ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 10 ഓർ ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ് ഐ ഈസ് ഈക്വൽ ഐ പ്ലസ് 2 അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ എഴുതുക. രണ്ടും ഫോർ ലൂപ്പാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മാറ്റ്ലാബിൻ്റെ സിൻടാക്സ് ആണ്. ഇത് നമ്മളുടെ സി ലാംഗ്വേജിൻ്റെ സിൻടാക്സ് ആണ്. സോ നമ്മളുടെ അനാലിസിസിലെ പാഴ്സിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മളുടെ ലാംഗ്വേജിൻ്റെ സിൻടാക്സിലാണോ എഴുതിയിരിക്കുന്നത് എന്ന ചെക്കിംഗ് ആണ് നമ്മളുടെ പാഴ്സിങ്ങിൽ ചെയ്യുക. ഓക്കെ, ദി പാഴ്സ് ട്രീ ഈസ് ജനറേറ്റഡ്. സോ പാഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിൻടാക്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു പാഴ്സ് ട്രീ എന്ന് പറയുന്ന ഒരു ട്രീ ജനറേറ്റ് ചെയ്യും വിത്ത് ദ പ്രീ ഡിഫൈൻഡ് ഗ്രാമർ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സിൻടാക്സ് അനലൈസർ ഓർ പാഴ്സർ ചെക്സ് വെദർ എ ഗിവൺ പ്രോഗ്രാം കൺഫേംസ് ടു ഗ്രാമർ. സോ നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എററൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളുടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ഒരു എറർ ഫ്രീ റിസൾട്ട് ജനറേറ്റ് ചെയ്യും. അത് ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ അത് അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഇൻസ്ട്രക്ഷൻസ് സിൻടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ പാഴ്സിംഗ് തന്നെ രണ്ട് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ആൻഡ് ബോട്ടം അപ്പ് പാഴ്സിംഗ്. സോ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയുന്നത് പാഴ്സിംഗ് ടെക്നിക് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ പാഴ്സ് ട്രീ. സോ ടോപ്പ് ഡൗൺ അത് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് and another one is bottom up പാഴ്സിംഗ്. സോ രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെ. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ലാസ്റ്റ് ലൈൻ, എൻഡ് ഓഫ് ദ പ്രോഗ്രാം. സോ ടോപ്പ് ടു ഡൗൺ നമ്മളുടെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിൽ നിന്ന് താഴേക്കായിരിക്കും. ടോപ്പിൽ നിന്ന് ബോട്ടം പോർഷനിലേക്കായിരിക്കും സ്കാൻ ചെയ്യുന്നത്. അതേസമയം ബോട്ടം അപ്പ് പാഴ്സിംഗ് എന്ന് പറയുന്നത് ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാമിൽ നിന്ന് ടോപ്പിലേക്കായിരിക്കും സ്കാൻ ചെയ്യുന്നത്. രണ്ടും രണ്ട് മെത്തേഡിൽ രണ്ട് അൽഗോരിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. രണ്ടിൻ്റെയും പർപ്പസും രണ്ടിൻ്റെയും റിസൾട്ടും സെയിം തന്നെയായിരിക്കും, ഒന്ന് തന്നെയാണ്. If it confirms the parser then creates the parse tree of that source program, else it will display error message. So നമ്മൾ ലെക്സിക്കൽ അനാലിസിസിന് ശേഷം എറർ ഒന്നും ഇല്ലാത്തതിലേക്ക് സിൻടാക്സ് ഒക്കെ ചെക്ക് ചെയ്തു. പാഴ്സിങ്ങിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു എററൊന്നും ഇല്ല എങ്കിൽ, എറർ ഫ്രീ ആണെങ്കിൽ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് ഇൻപുട്ടായിട്ട് അതിൻ്റെ റിസൾട്ട് കൊടുക്കും. ഇവിടെയാണ് എറർ ചെക്കിംഗ് ഉണ്ടാകുന്നത്. എറർ ഉണ്ടെങ്കിൽ ആ എററിന് യൂസറിന് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ യൂസർ അതിനെ മോഡിഫൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതാണ് നമ്മളുടെ പാഴ്സിംഗ് എന്ന് പറയുന്നത്. Then last, semantic analysis. Semantic analysis checks whether the parse tree constructed follows the rules of the language. So parse tree check ചെയ്തതിന് ശേഷം, parse tree generate ചെയ്തതിന് ശേഷം പാഴ്സിൽ ഒരു എറർ അനാലിസിസ് നടക്കുന്നുണ്ട്, എറർ ചെക്കിംഗ് നടക്കുന്നുണ്ട്. അതിനെ മോഡിഫൈ ചെയ്ത് വീണ്ടും എറർ ഫ്രീ ആയിട്ടുള്ള ഇൻപുട്ടായിട്ട് പാഴ്സിലേക്ക് കിട്ടി. പാഴ്സിങ്ങിൽ നമ്മളുടെ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്തു. പാഴ്സ് ട്രീയിലും നമ്മളെ ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലാംഗ്വേജിൻ്റെ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഓരോ എന്താ പറയുക കമ്പൈലറിൻ്റെ ഡിസൈൻ വരുന്ന ഡിഫറെൻറ്റ് അൽഗോരിതംസിൻ്റെ പാർട്ടാണ്. ജനറലായിട്ട് നമ്മളിങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെയും എറർ ചെക്കിംഗ് ആണ് ബേസിക്കലി പെർഫോം ചെയ്യുന്നത്. ദെൻ ഫൈനലി കമ്പൈലിംഗ് യൂണിറ്റ്. അറ്റ് ദി സ്റ്റേജ് സോ കമ്പൈലിംഗ് യൂണിറ്റിലായിരിക്കും നമ്മൾ പാഴ്സ് ട്രീയിലെ എല്ലാ ടോക്കൻസും നമ്മളുടെ എന്താ പറയുക വേരിയബിൾസും ഇതെല്ലാം അസൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ, എററൊന്നും ഇല്ല എങ്കിൽ ഫൈനൽ കൺവേർഷൻ ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലെവൽ ഓർ അസംബ്ലി ലെവൽ പ്രോഗ്രാംസ്. അവിടെയാണ് നമ്മളുടെ കമ്പൈലിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കമ്പൈലറിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. സോ കമ്പൈലിംഗ് ബേസിക് ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതിയാകും. സോ കമ്പൈലർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് കമ്പൈലർ is the one who is performing all the translation of the main program written in assembly language, high level language into executable codes. സോ നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും സർട്ടൻ കേസിൽ അസംബ്ലറിൻ്റെ ഇൻപുട്ടായിട്ട് പോവുക. സംടൈംസ് ഈ അസംബ്ലറിൽ കമ്പൈലറിൻ്റെ തന്നെ ഒരു ബിൽറ്റ് ഇൻ പാർട്ടായിരിക്കും. കമ്പൈലേഷൻ ആഫ്റ്റർ വി വിൽ ഗെറ്റ് ദ എക്സിക്യൂട്ടബിൾ കോഡ്സ് ആൻഡ് ദ പ്രോസസർ വിൽ എക്സിക്യൂട്ട് ആൻഡ് വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, സോ ആ രീതിയിൽ ഡിഫറെൻറ്റ് കമ്പൈലേഴ്സും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനടുത്ത് വരുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. സോ ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പഠിച്ച നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എന്താ പറയുക കമ്പൈലറിൻ്റെ അതേ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇൻ്റർപ്രിറ്ററിനുള്ളത്. കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ദെൻ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മളിവിടെ നോക്കുന്നത്. എന്താണ് കമ്പൈലറും ഇൻ്റർപ്രിറ്ററും അത് തമ്മിലുള്ള ഡിഫറൻസസ്. കമ്പൈലറിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി നടത്തി. കമ്പൈലർ എന്ന് പറയുന്നത് ഇറ്റ്സ് അൽഗോരിതം, ഇറ്റ്സ് സോഫ്റ്റ്വെയർ വിച്ച് ട്രാൻസ്ലേറ്റ്സ് ദ പ്രോഗ്രാംസ് ഇൻ ടു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. സോ മീൻവൈൽ ആ ഒരു ഇൻ്റർപ്രിറ്ററിൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസ് അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. സോ സെർട്ടൺ ഹൈ ലെവൽ ലാംഗ്വേജിൽ കമ്പൈലർ ആയിരിക്കും, കുറേ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഇൻ്റർപ്രിറ്റർ ആയിരിക്കും. സോ രണ്ടിൻ്റെയും കമ്പൈലർ ഓർ ഇൻ്റർപ്രിറ്റർ രണ്ടും ചെയ്യുന്നത് ഒരേ ഡ്യൂട്ടി തന്നെയാണ്. അതിൻ്റെ എങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ ദ ഹൗ ഇറ്റ് സ്കാൻസ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം, അതിനനുസരിച്ചാണ് ഈ കമ്പൈലർ ആണോ ഇൻ്റർപ്രിറ്റർ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. സോ എന്താണ് ഈ ഇൻ്റർപ്രിറ്റർ എന്ന് നോക്കാം. സോ ഇൻ്റർപ്രിറ്റർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഇറ്റ്സ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് ഡയറക്ട്ലി എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ പ്രോഗ്രാമിംഗ് ഓർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വിത്തൗട്ട് റിക്വയറിംഗ് ദം പ്രീവിയസ്ലി ടു ഹാവ് ബീൻ കമ്പൈൽഡ് ഇൻ ടു എ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? കമ്പൈലർ എന്ന് പറയുന്നത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ഫുൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം അതിൻ്റെ ടോപ്പ് ടു ബോട്ടം ടു ടോപ്പ് പാഴ്സിംഗ് ഒക്കെ നടത്തി അതിൻ്റെ എറർ ഫ്രീ ആക്കിയതിന് ശേഷം എക്സിക്യൂട്ടബിൾ കോഡാക്കി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മളുടെ കമ്പൈലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വി നീഡ് ടു റൈറ്റ് ദ എൻ്റയർ പ്രോഗ്രാം നമ്മൾ ഓരോ ലൈൻ എഴുതേണ്ടി വരും. ദെൻ ആഫ്റ്റർ ദെൻ വിൽ click the button compile or run button in our എഡിറ്ററിലൂടെ തരുന്ന കമ്പൈൽ അല്ലെങ്കിൽ റൺ എന്ന് പറയുന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മൾ കമ്പൈലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേസമയം ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ പ്രോഗ്രാം കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ലൈവായിട്ട് അതിൻ്റെ പ്രോഗ്രാം കോഡിനെ അതെന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. സോ ഇഫ് യു റൈറ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ ഇൻറ്റീജർ A, B സെമിക്കോളൻ, ഓക്കെ, സെമിക്കോളൻ ഇല്ലാതെ നിങ്ങൾ എൻ്റർ ചെയ്തു, അടുത്ത ലൈനിലേക്ക് പോയി. സോ സെക്കൻഡ് ലൈൻ മീൻസ് ഫോർ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല. സോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഗ്രാമറിലുള്ളതാണ് എൻഡ് ഓഫ് ലൈൻ ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് ഓർ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് സെമിക്കോളൻ എന്ന് പറയുന്നത്. സെമിക്കോളൻ ഇല്ല എങ്കിൽ ആ സ്പോട്ടിൽ ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യും. ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. സോ ഇൻ്റർപ്രിറ്റർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഡയറക്ട്ലി എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻ റിട്ടൺ ഇൻ പ്രോഗ്രാമിംഗ് ഓർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വിത്തൗട്ട് റിക്വയറിംഗ് ദം പ്രീവിയസ്ലി ടു ഹൗ ബീൻ കമ്പൈൽഡ് ടു എ മെഷീൻ ലാംഗ്വേജ്. ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിന് എക്സിക്യൂട്ടബിൾ ഫോമുള്ള കോഡിനെ എക്സിക്യൂട്ട് ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാതെ നമ്മളുടെ പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ ഇൻ്റർപ്രിറ്ററിൽ തന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്താണ് ഈ യൂസർ എയിം ചെയ്യുന്നത്, ആ യൂസർ എയിം ചെയ്യുന്നത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഗ്രാമറിൽ ഉള്ള കാര്യമാണോ അല്ലയോ എന്ന് ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യും. അതിന് എക്സിക്യൂട്ടബിൾ കോഡിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. സോ അത് ഒരു അൽഗോരിതമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാതെ തന്നെ അത് കറക്റ്റാണോ തെറ്റാണോ ശരിയാണോ എന്നുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് യൂസറിനെ വാൺ ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. നമുക്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടെ നോക്കാം. സോ സോഴ്സ് കോഡ് ഇതാണ് എൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ സിംപ്ലിഫൈ കൺവേ ചെയ്യാൻ പറ്റും. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ്, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ ആദ്യത്തെ പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്തു, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ദെൻ ഇൻ്റർപ്രിറ്റർ അവിടെ വർക്ക് ചെയ്യും.
ഓക്കെ. അതേസമയം കമ്പൈലർ ആണെങ്കിൽ പ്രോഗ്രാം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കമ്പൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ബട്ടൺ ഇല്ല. ആസ് ലോങ് ആസ് യു എൻറ്റർ യുവർ ഫസ്റ്റ് ലൈൻ ഓഫ് യുവർ പ്രോഗ്രാം കോഡ് ഇറ്റ് വിൽ ചെക്ക്. സോ നമ്മളുടെ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ സൈഡ് ബൈ സൈഡ് ഓരോ ലൈനെയും അത് ചെക്ക് ചെയ്യും. ഇൻ്റർപ്രറ്റർ അത് ചെക്ക് ചെയ്തിട്ട് എറർ ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡ് ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് അത് ചെക്ക് ചെയ്ത് എറർ ഉണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യും. എറർ ഇല്ല എങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ കോഡ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനുള്ള എറർ ഫ്രീ ആയിട്ടുള്ള ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ ഇൻ്റർപ്രറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ സംഹൗ ഇറ്റ് ഈസ് പെർഫോമിങ് ദ സെയിം ആക്ഷൻ വാട്ട് ഈസ് ഡൂയിങ് ബൈ അവർ കമ്പൈലർ. കമ്പൈലർ ചെയ്യുന്ന അതേ ഡ്യൂട്ടി തന്നെയാണ് ഇൻ്റർപ്രറ്ററും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലൈൻ ബൈ ലൈനാണ്, കമ്പൈലറിൽ എൻ്റർ പ്രോഗ്രാം ആണ്. അത്രയും ഡിഫറൻസേ ഉള്ളൂ. Then interpreter generally uses one of the following strategies for program execution. So എങ്ങനെയാണ് അത് പ്രോഗ്രാം എക്സിക്യൂഷൻ നടത്തുന്നത്? രണ്ട് മൂന്ന് സ്ട്രാറ്റജി ഉണ്ട്. ആ മൂന്ന് സ്ട്രാറ്റജി ഏതെങ്കിലും സ്ട്രാറ്റജിയിലായിരിക്കും നമ്മൾ ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. പാഴ്സ് ദ സോഴ്സ് കോഡ് ആൻഡ് പെർഫോം ഇറ്റ്സ് ബിഹേവിയർ ഡയറക്ട്ലി. നമ്മൾ ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ ആ സെയിം ഇൻസ്റ്റൻറ്റിൽ തന്നെ അതിനെ പാഴ്സ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് സോഴ്സ് കോഡ് ഇൻ ടു സം എഫിഷ്യൻറ്റ് ഇൻ്റർമീഡിയറ്റ് കോഡ് ഓർ ഒബ്ജക്റ്റ് കോഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ദാറ്റ്. സോഴ്സ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്തും അത് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. എന്നിട്ട് അപ്പോൾ തന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് എറർ ഉണ്ടോ എറർ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യും. explicitly execute stored pre-compiled code made by a compiler which is part of the interpreter system. So interpreterൻ്റെ ഇതിൽ തന്നെ ഒരു കമ്പൈലർ കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. സോ കമ്പൈൽ ചെയ്ത് അതിൻ്റെ കമ്പൈലറിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതെല്ലാം ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ കോഡ് കൊടുക്കും. ദെൻ അതിന് റിസൾട്ട് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തു. സോ അതാണ് ഈ 3 രീതിയിലാണ് നോർമലി നമ്മൾ ഇൻ്റർപ്രറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ഇതേതെങ്കിലും ഒരു മെത്തേഡിൽ. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർപ്രറ്റർ ഓവർ കമ്പൈലർ. സോ കമ്പൈലർ ഇൻ്റർപ്രറ്ററും പറഞ്ഞു രണ്ടിൻ്റെയും ഒന്നൊന്നിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ടാവും ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ ഓക്കെ വിച്ച് വൺ ഈസ് ബെറ്റർ ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൈ ലെവൽ ലാംഗ്വേജ് ഡിസൈനർ. ഓരോ ലാംഗ്വേജിനും അവരുടേതായ രീതിയിൽ കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. സോ എന്താണ് അഡ്വാൻറ്റേജ് ഇൻ്റർപ്രറ്ററിൻ്റെ അഡ്വാൻറ്റേജ്? ഡീബഗ്ഗിംഗ് ഓഫ് ആൻ ഇൻ്റർപ്രറ്റർ പ്രോഗ്രാം ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. സോ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡീബഗ്ഗിംഗ് എറർ കറക്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആസ് എ സിംഗിൾ ലൈൻ ഓഫ് കോഡ്, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. സിംഗിൾ ലൈൻ ഓഫ് കോഡ് ഈസ് എ ട്രാൻസ്ലേറ്റ് ആൻഡ് എക്സിക്യൂട്ടഡ് അറ്റ് എ ടൈം. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അത് എന്ത് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്തു. അടുത്ത കോഡ് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ എറർ ഉണ്ടെങ്കിൽ അവിടെ സ്പോട്ടിൽ റിപ്പോർട്ട് ചെയ്യും. ദെൻ അത് നമ്മൾ മോഡിഫൈ ചെയ്യും. അടുത്തത് മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അവിടെയും അവിടെ ചെക്ക് ചെയ്തു. സോ ലൈൻ ബൈ ലൈൻ സ്കാനിങ് ചെക്കിംഗ് ആൻഡ് എക്സിക്യൂഷനാണ് നമ്മൾ ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. എറേഴ്സ് ആർ റിപ്പോർട്ടഡ് ബൈ ദി ഇൻ്റർപ്രറ്റർ ഫോർ എ സിംഗിൾ ലൈൻ ഓഫ് കോഡ് അറ്റ് എ ടൈം. ഓരോ ഇൻഡിവിജ്വൽ ലൈൻസിനും അതിൻ്റെ എറർ റിപ്പോർട്ട് ചെയ്തും നമ്മൾ മോഡിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതാണ് നമ്മളുടെ ഇൻ്റർപ്രറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കമ്പയർ ടു കമ്പൈലർ എന്ന് പറയുന്നത്. അതേസമയം കമ്പൈലർ എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഈ എററിൻ്റെ റിസൾട്ടായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റിലെ എററിൻ്റെ കാരണം. ഓക്കെ. സോ നമുക്ക് എല്ലാ എറേഴ്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റായിട്ട് 50s or 100s ഓഫ് എറേഴ്സ് വിൽ ബി ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മളറിയാം ഒരു ഫസ്റ്റ് പ്രോഗ്രാം എഴുതുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് എറേഴ്സ് ആയിരിക്കും കിട്ടുക. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു കംഫർട്ടബിൾ അല്ല, നമുക്കൊരു ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്യും. കാരണം ഫ്രം വേർ ആർ ഓൾ ദീസ് എറേഴ്സ്, എവിടെ നിന്നാണ് ഈ എറേഴ്സ് എല്ലാം വന്നത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ. സോ അതിൻ്റെ അകത്ത് 75th ലൈനിലെ ഒരു എറർ എന്ന് പറയുന്നത് 5th ലൈനിലെ എറർ ആയിരിക്കും. 5th ലൈനിലെ എറർ നമ്മൾ കറക്റ്റ് ചെയ്ത 75th ലൈനിലെ എറർ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതായിരിക്കും. സോ രണ്ടും ഒന്നിച്ച് വരുമ്പോൾ ആദ്യം ഇത് കറക്റ്റ് ചെയ്യണോ ആദ്യം ഇവിടെ കറക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു പ്രോഗ്രാമറിന് ഉണ്ടാകും. സോ അതാണ് കമ്പൈലറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഒരു ഹ്യൂജ് എറേഴ്സ് ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. എന്നാൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് 1 by 1 എറേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർപ്രറ്റർ ഓവർ കമ്പൈലർ. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് കമ്പൈലർ ഓവർ ഇൻ്റർപ്രറ്റർ. സോ ഇത് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാൻ പറ്റും. കമ്പൈലറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്?
Compilers can produce much more efficient object code than interpreters, thus making the compiled programs to run faster. So interpreter കമ്പൈലറിൽ നമ്മൾ പ്രോഗ്രാം കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്റ്റിമൈസ്ഡ് കോഡായിരിക്കും നമ്മൾ കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ അനാലിസിസും പെർഫോമൻസും എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്റ്റിമൈസ്ഡ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ടബിൾ കോഡായിരിക്കും കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് നമ്മൾ 1 by ലൈനിൽ ഓരോ പ്രോഗ്രാം എഴുതി അതിൻ്റെ അകത്ത് സിൻടാക്സിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ മാത്രമേ അത് റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ ഇൻ്റർപ്രറ്ററിനേക്കാളും എഫിഷ്യൻസി കൂടിയ ഫാസ്റ്റായിട്ടുള്ള സൈസ് കുറഞ്ഞ എക്സിക്യൂട്ടബിൾ കോഡായിരിക്കും കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹവർ interpreter however are easier to use, particularly for beginners, since errors are immediately displayed, corrected by the user until the program is able to be executed. So അത് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് അവിടെ പറഞ്ഞതാണ്. സോ ഇതാണ് കമ്പൈലറിന് ഇൻ്റർപ്രറ്ററിൻ്റെ മുകളിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലെറ്റ്സ് ഹാവ് ആൻ കമ്പാരിസൺസ് ബിറ്റ്വീൻ. സോ ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കമ്പൈലർ ഓവർ ഇൻ്റർപ്രറ്റർ, ഇൻ്റർപ്രറ്റർ ഓവർ കമ്പൈലർ എങ്ങനെ ചോദിച്ചാലും ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് എഴുതാവുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പാരിസൺസ്. ലെറ്റ് സ്റ്റഡി. സോ കമ്പൈലർ സ്കാൻസ് ദ ഹോൾ പ്രോഗ്രാം ഇൻ വൺ ഗോ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കമ്പൈലർ എന്ന് പറയുന്നത് സിംഗിൾ ഗോയിലായിരിക്കും. അതായത് കമ്പൈലർ എൻഡ് ഓഫ് ദ പ്രോഗ്രാമിലാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും അതിന് ടോപ്പ് ടു ഫസ്റ്റ് ലൈൻ ടു ലാസ്റ്റ് ലൈൻ അതിനെ കമ്പൈൽ സ്കാൻ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എറേഴ്സ് കറക്ഷനും അതിൻ്റെ കൺവേർഷൻ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ്സ് പ്രോഗ്രാം വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം. ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്. As it scans the code in one go, the errors, if any, are shown at the end together. നമ്മൾ കമ്പൈലറിൻ്റെ അഡ്വാൻറ്റേജിൽ പറഞ്ഞതാണ്, ഡിസ്അഡ്വാൻറ്റേജിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. കമ്പൈലർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ഒറ്റ ടൈമിൽ പോകുന്നത് കൊണ്ട് എല്ലാ എറേഴ്സിനെയും സെയിം ടൈം റിപ്പോർട്ട് ചെയ്യും. അതേസമയം കൺസിഡറിങ് ഇറ്റ് സ്കാൻസ് കോഡ് ഓൺ ലൈൻ അറ്റ് എ ടൈം, വൺ ലൈൻ അറ്റ് എ ടൈം, എറേഴ്സ് ആർ ഷോൺ ലൈൻ ബൈ ലൈൻ. ഓരോ ലൈനിലുമുള്ള എറേഴ്സിന് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യും. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് കമ്പൈലർ ഈസ് ഇറ്റ്സ് എക്സിക്യൂഷൻ ടൈം. സോ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടബിൾ കോഡ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും. അതേസമയം ഡ്യൂ ടു ഇൻ്റർപ്രറ്റേഴ്സ് ബീയിങ് സ്ലോ ഇൻ എക്സിക്യൂട്ടിംഗ് ദ ഒബ്ജക്റ്റ് കോഡ്, ഇറ്റ് ഈസ് പ്രിഫേർഡ് ലെസ്. സോ ഒബ്ജക്റ്റ് കോഡിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇൻ്റർപ്രറ്റർ അത്രയും പ്രിഫേർഡ് ചെയ്യാത്ത ഒരു മെത്തേഡാണ്. Then compiler converts the source code into object code. കമ്പൈലറിൽ നമ്മളുടെ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നതാണ് നമ്മൾ കമ്പൈലർ. അതേസമയം ഇറ്റ് ഡസ് നോട്ട് കൺവേർട്ട് സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ്, ഇൻസ്റ്റെഡ് ഇറ്റ് സ്കാൻസ് ഇറ്റ് ലൈൻ ബൈ ലൈൻ. ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റില്ല, അത് ഇൻ്റർപ്രറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഒരു സോഫ്റ്റ്വെയർ അൽഗോരിതത്തിൻ്റെ പാർട്ടാണ്. Then it does not require source code for later execution. ഒരിക്കൽ വൺ ടൈം നമ്മൾ ഒരു അസംബ്ലി ലാംഗ്വേജ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി, ഓക്കെ, എല്ലാ ലൈൻസും നമ്മൾ കമ്പൈൽ ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു, ഹെക്സ് കോഡ് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഹെക്സ് കോഡ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്തു. അസംബ്ലി ലാംഗ്വേജ് അസംബ്ലർ ഉപയോഗിച്ച് നമ്മൾ ഒബ്ജക്റ്റ് കോഡും എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഹെക്സ് കോഡ് എല്ലാം ബൈനറി കോഡ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു. എക്സിക്യൂട്ടബിൾ ഫയൽ പ്രൊഡ്യൂസ് ചെയ്തു. എക്സിക്യൂട്ടബിൾ ഫയൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഗ്രാം ഫസ്റ്റ് ഡോട്ട് സി അല്ലെങ്കിൽ CPP ആയിരുന്നു. ദെൻ ഫസ്റ്റ് ഡോട്ട് EXE എന്ന് പറയുന്ന ഫയൽ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതായത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡോട്ട് EXE എന്ന് പറയുന്ന ഫയൽ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഫയലിന് വർക്ക് ചെയ്യാനായിട്ട് വീണ്ടും നമുക്ക് ഈ മെയിൻ പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. ഈ മെയിൻ പ്രോഗ്രാം കോഡ് ഇല്ലാതെ നമുക്ക് ഈ ഫസ്റ്റ് ഡോട്ട് EXE എന്ന് പറയുന്ന കമ്പൈലേഷൻ റിസൾട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ലേറ്റർ സ്റ്റേജിൽ അല്ലെങ്കിൽ വേറൊരു മെഷീനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കമ്പൈലറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഡസ് നോട്ട് റിക്വയർ ദ സോഴ്സ് കോഡ് ഫോർ ലേറ്റർ എക്സിക്യൂഷൻ, വൈൽ അവർ ഇൻ്റർപ്രറ്റർ റിക്വയർ സോഴ്സ് കോഡ് ഫോർ ലേറ്റർ എക്സിക്യൂഷൻ. സോ ഇൻ്റർപ്രറ്ററിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടബിൾ കോഡ് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് കിട്ടുക. ലൈൻ ബൈ ലൈനിൽ കിട്ടുന്നതിന് ആ പ്രോഗ്രാമിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. Then C and C++, C Sharp, etc. are the common examples for the high-level languages with the compiler. So compilers യൂസ് ചെയ്യുന്ന C, C++ and C Sharpലൊക്കെയാണ്. അതേസമയം നമുക്കറിയാം കേട്ടിട്ടുള്ള ലാംഗ്വേജ് ആയ പൈത്തൺ, റൂബി, പേൾ, മാറ്റ്ലാബ്, എക്സെട്ര, സ്നോബോൾ ആൻഡ് are examples for interpreter. So രണ്ട് കോൺസെപ്റ്റാണ്. രണ്ടിൻ്റെയും പർപ്പസ് ആൻഡ്
ഫങ്ഷൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് ടൂളാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. സോ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പൈലർ ഓവർ ഇൻ്റർപ്രറ്റർ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർപ്രറ്റർ ഓവർ കമ്പൈലർ, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് both of them, then comparisons between the compiler and interpreter. Okay, so this is about today's topic.